ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. 10 രൂപ? റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം ഇവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്ത്? അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി, എന്നെ കണ്ട ഉടനെ ചേർന്നാൽ എന്താ മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി, ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. റെയിൽവേ ടിക്കറ്റ്, ഓക്കെ. ബസ് ചാർജ്, ഓക്കെ. ഓട്ടോറിക്ഷ, അയ്യോ 10 രൂപ, അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ, എവിടെ പോയി അറിയണ്ടേ? അയ്യോ, ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണേട്ടാ. ഓ, എന്നാലും ആ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്കറിഞ്ഞൂടാ? ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ, അമ്മേ, നടക്കാൻ അങ്ങോട്ട്, നടക്കാൻ. ഇത് കണ്ടോ, കൊറേ നാളായി യവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2-3 ദിവസമായി ഇവൻ അടുത്തുള്ള പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ മാറ്റം. അയ്യോ, ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നതാ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വീടി വലിച്ചു പോകുന്നത്. ഉണ്ണി മേലാ വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റി വീടി, നാളെ മുഴുവൻ വീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് ഇന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു, പോയിരുന്ന് പഠിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ട്യൂട്ടോറിയൽ അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ. ഉണ്ണേട്ടാ, പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളാ ഇപ്പൊ. അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലേ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്ന് എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ. ഗോഖല തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ, എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്തം 25 കഴിഞ്ഞു. കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത അഭിപ്രായമുണ്ട്. അത് ഞാനും കേട്ടു. നീ പോടാ തണ്ടി. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കാം, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. എന്തൊരു ശല്യം ഇത്, മനുഷ്യന്റെ വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ച കളയ പറയും.
ഇതാമേ. വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവർ. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചുവരന്റെ മേലെ വരും. ഓടാ, പോയി കുളിക്കടാ. ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും ശോ, അത് ഇതുവരെ വിട്ടില്ലേ? കഷ്ടം. ഞാൻ തരാം 3 രൂപ. അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയിന്നൊന്ന് അറിയണ്ടേ? എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ വെറും ഒരു പിശുക്കനാണ്. അല്ല, ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും പൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുചെലവിന് വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? കുറവൊന്നുമില്ല. ആ, പിന്നെ മിണ്ടാണ്ടിരി. പക്ഷേ എന്തോന്ന് പച്ചേ പറ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3 മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. എടീ, ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഒരുപാട് കാശ് ചെലവുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസാമാസം ഡോക്ടറെ പോയി കാണുക, അവർ പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആ, ആദ്യം എൻ്റെ പ്രമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല. പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മൾ മൂത്തുകാരിക്കും. എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നുടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ? ദേവേന്ദ്രനായിരിക്കും. ആ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. ഈ ഉണ്ണേട്ടിനെ കൊണ്ട് തോറ്റു. അമ്മേ, കാലം മാറി. ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താൽ മതി എന്ന് പറ. ഇതേ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കുളിക്ക. ആ, എന്തിനാ കിണിക്കുന്നത്? അല്ല, നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ. അതിനെന്താ, മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്? ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ, എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ, ആ, മോനെ ഒന്ന് പിടിച്ചേ. അച്ഛന്റെ മോനല്ലേടാ. ആ, കരയല്ലേ. ഇതേ ഇതേ ദൈവം പിടിച്ചേ. സർവത്ര മൂത്രമൊഴിച്ചു. ആ, കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ല, എന്തുവാടാ? ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ. ഓ, അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല, എത്ര ദിവസം ഒന്നും പറഞ്ഞ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നതും ഒക്കെ. ഇതേ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര അമ്മമാരെ വേണം? നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. വന്നാട്ടെ. പടി പടി. കുഞ്ഞമ്മേ, ദേ ആ കാണുന്നതാ നമ്മുടെ വീട്. അപ്പൊ ഇതോ? ആ, അത് വേറെ ആൾക്കാരാ. ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ? വാന്ന്. കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ? മോളെ ഇച്ചിരി ചോറ്.
കറി ഉണ്ടെങ്കിൽ ഇച്ചിരി ഒഴിക്കും. അയ്യോ കറി കൂടിപ്പോയല്ലോ മോളെ, ഇച്ചിരി ചോറും കൂടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റെടുക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാ ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്. ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ള സാറിന്റെ വീട്ടിലാണ് കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ള സാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്. ഓ അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ? അതെ, ഞാൻ ബാങ്കുകാർ വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. ആ പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട. ആര്? എന്റെ പട്ടി പോവാ. ആ. മോളെ ഇച്ചിരി ചോറും കൊണ്ടിട്ടെ. കൊടുക്ക് കൊടുക്ക്. ഓ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ സത്ത് കേട്ടോ കിടന്ന് മോങ്ങാൻ തുടങ്ങിയാലേ വലിച്ച് ഞാൻ ഒരു ഏറ് വെച്ചേരും. നാശം പിടിച്ചത് ഇങ്ങനെയുണ്ട് ഒരു സന്താനം. അയ്യോ അസത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുവാവയാണേ കുഞ്ഞി മോനാണേ പൊന്നു മോനും മോനാണേ അമ്മേരെ മോനും മോനാണേ തങ്കക്കുട്ടി മോനാണേ. മോൾ എന്തിനപ്പോ വെള്ളം കോരണേ? പെറ്റെണീച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കനപ്പെട്ട ജോലിയൊന്നും ചെയ്യണ്ട. സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്ക് എന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാൻ വിഷമം. ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ? എനിക്കൊന്നും അറിഞ്ഞൂടേ. കുഞ്ഞി മോനും മോനാണേ കൊച്ചു. നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ. ഇതേ ഞാൻ ഇറങ്ങാം. ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രൊമോഷൻ തടയാൻ ബാങ്കിൽ ചിലവന്മാർ ചില കളികൾ കളിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. പോയാൽ ഞാൻ വൈകിയേ വരൂ. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. എന്താ ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ എന്തിനൊരു പിടിപ്പ് വേണം. വെള്ളം കുറച്ചുകൂടെ ചൂടാക്കിണ്ട് വരട്ടെ? വേണ്ട. കുറച്ച് ദിവസമായില്ലേ നാടൻ മരുന്നും ആവി വളരൊക്കെ ആയിട്ട്. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിച്ചാൽ. ഡോക്ടറെ കണ്ട അയാൾ 100 കൂട്ടം മരുന്ന് എഴുതി തരും. ഒരാവശ്യമില്ലെങ്കിൽ കിടക്കാൻ പറയും. അതൊക്കെ വലിയ ചെലവാ. അസുഖം വന്നാൽ ചെലവ് ചെയ്യാതെ എങ്ങനെയാ? ഇത് സാരമില്ലെന്നേ. മഞ്ഞ് കൊണ്ടാ പണ്ടേ എനിക്ക് ഉള്ളതായി ഈ അസുഖം. ജലദോഷത്തിൻ്റെയാ. വൈകുന്നേരം ആകുമ്പോൾ മാറും. രാത്രി ലോഡെടുക്കാൻ പോകണ്ട. അച്ഛനെ കാട്ടിലേക്ക് പോകുന്ന പണിയൊന്നും നിർത്ത്. അതുകൊണ്ടാണ് ഈ അസുഖം മുഴുവൻ. അസുഖം നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ ആരെ കാണിക്കാനാണ് നിന്റെ വിചാരം? ഏത്? പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ദേ ഇവിടെ ഈ ജനലിന്റെ ചോട്ടിലിരുന്ന് രാത്രിയിൽ എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ? ഞാൻ കേൾക്കാൻ. എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ ഇവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കിയേ, ഒരു വിഷമം തോന്നി. പുറത്ത് മഞ്ഞ് വീണാ ജലദോഷം വരുന്ന ആളാണെന്നറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറി എടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ. കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരൻ നായർ പാവം, കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോടി, എനിക്കതുകൊണ്ടൊരു വിഷമവും ഇല്ലെന്ന്. അല്ല, രാഘവമ്പാലം കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത് ഞാൻ മോത്തോയെ പറയും. അന്നും അത്രേ നടന്നിട്ടു.
പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ. അത് മാറ്റാൻ ഈ പണി കൊണ്ടൊന്നും പറ്റുകയല്ല. അസുഖമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എന്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും എനിക്ക് അങ്ങോട്ടും ഇല്ല. എടി നീ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ആ മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്. വയറ് കഴിച്ചിട്ട് വയ്യേ ഗുരുവായൂരപ്പ. അയ്യോ അയ്യോ, എനിക്ക് വയറ് കഴിച്ചിട്ട് അയ്യോ അയ്യോ, എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ. അയ്യോ എന്റെ ഗുരുവായൂരപ്പ. കുഞ്ഞമ്മ കരയാതിരിക്കും. അയ്യോ എന്റെ മോളെ, എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ. എടി ദഹനക്കേടാ, ഇഞ്ചി വേണേ തേച്ച് വായോട്ട് ഒഴിച്ച് കൊടുക്ക്. ഇഞ്ചി വേണോ? ഇഞ്ചി വേണ്ട, എനിക്ക് സാധാരണ വരാനുള്ളതാ. അയ്യോ അയ്യോ, നിങ്ങളത് പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരിയേ. ഒരു ഡോക്ടറെ ഡോക്ടറുടെ ആവശ്യമില്ലെന്ന്. ഇത് കണ്ടില്ലേ, വേഗം വിളിച്ചോണ്ട് വാ. അയ്യോ എന്റെ മോളെ, എന്റെ മോളെ. ഡോക്ടർ വന്നാ അയ്യോ അയ്യോ അയ്യോ. എന്താ ഡോക്ടർ? അമ്മയാണോ? അമ്മയല്ല, കുഞ്ഞമ്മയാ. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ. ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല. എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി. ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാകാം. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ആ, ഞാനൊരു എഴുത്ത് തരാം. സാറേ, ഓ നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ പോത്തു പോലെയാണ് തുടങ്ങാൻ പറ്റുന്നത്? ആ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ കുറവുണ്ടല്ലോ. ആരുടെ അസുഖത്തെ പറ്റി അല്ലെന്ന്. അവരെ ഇവിടെ എങ്ങനെ ഒന്ന് പറഞ്ഞയക്കാതെ മനസ്സിന് ഒരു സമാധാനമില്ല. സുഖമില്ലാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞയക്കുക? എന്റെ പൊന്ന് ഈരെ, അവർ ഒരസുഖവും ഇല്ല. ഒക്കെ തന്നെത്താൻ തീരുമാനിച്ചാ മതി. തീരുമാനിച്ച കാര്യമായി പറയുന്നത്. നല്ല തടിമുടുക്കുള്ള ആമ്പളുണ്ട് അവർക്ക്. കൊണ്ടുപോട്ടെ മെഡിക്കൽ കോളേജിലോ എവിടെങ്കിലും. ഈ മാസത്തെ ചെലവ് എത്രയാണെന്നറിയോ? പലചരക്കടയിലെ വലിയൊരിട്ട് എന്റെ പ്രാണം പോയി. ഓ, ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാട്ടിലാണ് എന്റെ ഈശ്വര. പാല്, വിറക്, മോര്, മണ്ണെണ്ണ, കുഞ്ഞമ്മ. 1200 രൂപ ഇതിനകം. ഇനിയും കിടക്കുന്ന മാസം തീരാൻ ബാക്കി. നേരത്തെ വീട്ടു ചെലവിന് മാസം തോറും നമ്മള് 1000 രൂപയല്ലേ കൊടുത്തോണ്ടിരുന്നത്? ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാൻ എവിടെ പോവാനാ? ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിൽ ഇറക്കാന്ന് വെച്ചാ ഇത് എവിടെ തന്നെയായ? ഓ, ആ സദാശിവമ്പള്ള സാറിന് പണ്ടേ എന്നോട് വിരോധം. പക്ഷെ ഈ കൊലച്ചത് നീ വിചാരിച്ചിടി. നിങ്ങൾ ഇറങ്ങി വന്ന് അന്വേഷിക്കണ്ട കുഞ്ഞമ്മേ. നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ. ഞാനൊരു കാര്യം പറയട്ടെ. ആ, സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ? അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും. ആ, ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്? ബാങ്ക് പോലാണോ വീട്? എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്. ഇതെന്തൊരു കഥയാ? ഇനി ഒരു ജോലി തേടി പിടിക്കണമെങ്കിൽ 2 മാസാവും. അത് വരെയുള്ള കാശും കിട്ടും. ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പെഴ്സിന്ന് കാശ് പോകുന്ന ഞാൻ അറിയുന്നില്ല. വർക്കത്തോട്ട് അതെ, ഈ നഷ്ടം കൂടെ സഹിക്കുന്ന ബുദ്ധി. എന്നാലും ഒരെന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും.
ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല. കാശുണ്ടെങ്കിൽ എത്ര അമ്മമാരെ കിട്ടുമെന്നാ പറഞ്ഞത്? എടുത്തോ എടുത്തോ എടുത്തോ. അമ്മേ, ഞാൻ ഇനി നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയിൽ കാർഡ് പതിപ്പിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചേ ഉണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനമാവുമല്ലോ. മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ നടത്തിപ്പ് നമുക്ക് കിട്ടുമോ നോക്കാം. നാടകം നിർത്തോന്ന് പറയുമ്പോ നിനക്ക് അതൊന്നും സാരമില്ലമ്മേ. അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല. ഇതെന്താ ടിന്നുകളൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നത്? ചെലവ് അങ്ങോട്ടൊന്ന് ചുരുക്കാന്ന് വിചാരിച്ചാൽ. എടി, ഇത്രയും ടിന്നും നമ്മുടെ മോൻ കഴിച്ചാണോ? ആണോടാ? നീയും ഇടയ്ക്കെടുത്ത് തട്ടുന്നുണ്ട്, അത് തന്നെ കാര്യം. ഉം. ഗീതേ, ഉം. നമ്മുടെ നമ്മുടെ വരവും ചെലവും ഒരു കണക്കിനും അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. ആ കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ ഒറ്റ പൈസ ബാക്കിയില്ല. ഇതിങ്ങനെ പോയി എവിടെ ചെന്നെത്തും? ഒരു വീടായാൽ അങ്ങനെയൊക്കെ തന്നെയാ. പുസ്തകത്തിലെ പോലെ അല്ലല്ലോ ജീവിതത്തിലെ കണക്ക്. എടി, പഞ്ചാര എടുത്തിട്ട് കൊട്ടാതെ ഒറ്റ പൈസ കൈ നിൽക്കുന്നില്ലെന്ന്. ആ, ഒരു കാര്യം ചെയ്യാം. അടുത്ത മാസം പോലെ ഞാൻ കിട്ടുന്ന ആശയം നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നീ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കി അങ്ങ് നടത്ത്. ഇതിപ്പം മനസ്സിലുണ്ടായിരുന്ന സമാധാനവും പോയി. എല്ലാവരും ഒന്നിച്ചിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? ആ, അന്ന് അമ്മയെ 1000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. സ്നേഹത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പണമാ വലുതെന്ന് കരുതിയ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും. നീ ഇത് പലതവണയായി പറയുന്നത് കേട്ടോ. മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാ അവളുടെ ഒരു ഗീതോപദേശം. ഉണ്ണിയേട്ടനൊരു വിചാരമുണ്ട്, ഉണ്ണിയേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന്. ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ദേഷ്യപ്പെടണ്ട. കുടുംബ ബന്ധങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഉണ്ണിയേട്ടാ. ദേ, നമ്മുടെ മോൻ വളർന്ന് വലുതായി നമ്മളോട് തന്നെ കണക്ക് പറയാൻ വന്നാ എങ്ങനെ സഹിക്കും? ഉണ്ണിയേട്ടൻ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാറില്ല. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കാത്തത്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, സഹിക്കാം. പക്ഷെ നീ അത് പറയരുത്. മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞു. എൻ്റെ മനസ്സ് കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. ഞാനൊരു സിനിമ കാണാറില്ല, പുറത്തുനിന്നൊരു ചായ കുടിക്കാറില്ല. എടി, പാന്റ് ഷർട്ടിടാൻ എനിക്ക് ആഗ്രഹമായിട്ടല്ല. ഞാനിടുന്ന തുണിക്ക് മീത്ത 100 രൂപയാ. എന്തിനാ? ആർക്കു വേണ്ടിയാ? ഞാൻ അല്പം ബുദ്ധിമുട്ടിയാലും നാളെ നിങ്ങൾ വിഷമിക്കാതിരിക്കാം. എനിക്ക് മനസ്സിലാകുന്നില്ല പോലും. തെറ്റുപറ്റിയിട്ടുണ്ട്, പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ലായിരുന്നു.